ഹലോ, ഞാൻ ജെയ്സൺ ചാക്കോ, വ്യവസായ വാണിജ്യ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. PMEGP വായ്പ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ചില ഇടനിലക്കാർ സ്വാധീനിച്ച് ഞങ്ങൾ വായ്പ ഒപ്പിച്ചു തരാം, നിങ്ങൾക്ക് 25 ലക്ഷം രൂപ വായ്പ ഒപ്പിച്ചു തരാം, ഞങ്ങൾക്കതിനകത്ത് ഒരു 4 ലക്ഷം രൂപ വരെയൊക്കെ കമ്മീഷൻ തരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഇടനിലക്കാർ ചിലർ ചെയ്തു കൊടുക്കുന്നു. അതിനകത്ത് പലരും വീഴുന്നു. പലരും അത് അവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇടനിലക്കാരെ അന്വേഷിച്ച് ചെന്ന് ഇങ്ങനെയുള്ള കരാറുകൾ ഒപ്പിക്കുന്നു എന്നൊക്കെ അറിയാനിടയായിട്ടുണ്ട്. എന്നാൽ ഞാൻ യഥാർത്ഥമായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് പറയുന്നത്, PMEGP എന്ന് പറയുന്ന പദ്ധതി, നിങ്ങളൊരു ജെനുവിനായ ഒരു സംരംഭകനാണെങ്കിൽ, നിങ്ങൾക്ക് ജെനുവിനായ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വായ്പ ലഭിക്കാവുന്നതേ ഉള്ളൂ. അതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുക. ഒന്നത് വ്യവസായമായിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത് അതൊരു മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു സേവന സംരംഭമായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായത്, അതിന് ഫിക്സഡ് അസറ്റ്, മെഷീൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ വില എത്രയാണോ, അല്ലെങ്കിൽ ഫർണിച്ചറൊക്കെ പോലെയുള്ള ഫിക്സഡ് അസറ്റിൻ്റെ 1 ലക്ഷം രൂപ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നെങ്കിൽ അതിൽ ഒരാൾക്ക് ജോലി കൊടുത്തിരിക്കണം. അപ്പോൾ 5 പേർക്ക് ജോലി സാധ്യതയുള്ള ഒന്നാണെങ്കിൽ ആ പ്രോജക്റ്റ് കോസ്റ്റ് 5 ലക്ഷം വരുമെങ്കിൽ 5 ലക്ഷം രൂപയും അതിനകത്ത് നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. 5 ലക്ഷം ലോൺ എന്ന് പറയുന്നത് 90 മുതൽ 95% വരെ കിട്ടും. അപ്പോൾ ഈ ഇടനിലക്കാരെ ആശ്രയിക്കാനോ അല്ലെ ഇടനിലക്കാർ ഇവരെ സ്വാധീനിക്കാനോ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോൺ അല്ലെങ്കിൽ കിട്ടുകയില്ലെന്നും ഞങ്ങൾ പറഞ്ഞ് ഒപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് ഇടനിലക്കാർ വരുന്നത്. എന്നാൽ PMEGPയുടെ ഇൻ്റർവ്യൂവിലും ഒക്കെ പല പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ള എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്നത്, ജെനുവിനായിട്ട് വരുന്ന ജെനുവിൻ പ്രോജക്റ്റുകൾക്കെല്ലാം വളരെ സഹായ മനസ്ഥിതിയോടുകൂടിയാണ് ജില്ലാതല കമ്മിറ്റി ലോൺ പാസ്സാക്കി വിടുന്നത്. ഒരു കാരണവശാലും അവരെ ജെനുവിനായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ലോൺ അവിടെ ജില്ലാ കമ്മിറ്റി, കളക്ടറുടെയും ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജരും മറ്റ് പ്രധാന യൂണിയൻ ലീഡ് ബാങ്ക് മാനേജറും തുടങ്ങിയ ജില്ലാതലത്തിലുള്ള എല്ലാ അധികാരികളുടെയും പല അധികാരികളുടെയും ഒരു സമിതിയാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഏറ്റവും അനുഭാവപൂർണ്ണമായിട്ട് അർഹിക്കുന്ന ഒരു ജെന്യുവൻ പ്രോജക്റ്റാണ്. അതിനകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടും ഉന്നയിക്കാതെ ഈ ലോൺ അവിടുന്ന് പാസ്സാക്കി വിടും. അപ്പോൾ നിങ്ങളുടെ ഒരു ജെനുവിൻ പ്രോജക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് തടസ്സം, ആ ജില്ലാ കമ്മിറ്റിയിൽ തടസ്സം വരികയില്ല. എന്നാൽ ബാങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലോൺ അനുവദിക്കാൻ കുറച്ച് തടസ്സങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ തന്നെയും അത് നിങ്ങളും അവരെ ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ വ്യവസായ വകുപ്പും നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് നിങ്ങൾക്ക് ആ വായ്പ മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അനേകർ തുടങ്ങിയിട്ടുണ്ട്. അനേകർ ഈടില്ലാതെ പാവപ്പെട്ടവർ, സാധാരണക്കാർ 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് നിങ്ങളൊരു ജെനുവിൻ ഓൺട്രപ്രണർ സംരംഭകനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരുക്കപ്പെട്ട് നിങ്ങൾ പോവുക. അതുകൊണ്ട് ഇടനിലക്കാരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. തന്നെയല്ല, ഇടനിലക്കാരെ അങ്ങനെ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞുള്ള ഒരു തുക കൂട്ടിവെച്ച് അതിലൊരു വീതം അവർക്ക് കൊടുത്തൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു കബളിപ്പിക്കൽ പരിപാടിയിൽ ചേർന്നാൽ, ഇത് ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും പണമാണ്, അത് ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ഉൾപ്പെടെ അതിന് ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിൽ ചേരാതിരിക്കുക. പിന്നെ ആരെങ്കിലും അങ്ങനെ പണം അപഹരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, ഇല്ലാത്ത പ്രോജക്റ്റിൻ്റെ പേരിൽ
വ്യാജമായി ഈ പേരിൽ പണം തട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കപ്പെടും എന്ന ഉള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞാനായിട്ട് അപേക്ഷ കൊടുത്താൽ കിട്ടുകയില്ലെന്ന് ഓർത്ത് ഇങ്ങനെയുള്ള ഏജൻറ്റുമാർ മുഖേന അപേക്ഷ കൊടുത്ത് വഞ്ചിക്കപ്പെടാൻ ഇടയാകരുത്. പിന്നീടൊരു വിഷയം വരുമ്പോൾ ഏജൻറ്റ് കാണുകയില്ല. ഏജൻറ്റ് ഈ അപേക്ഷയിലോ ചിത്രത്തിലോ എങ്ങുമില്ല. അയാൾ പണം മേടിച്ചു പോകും. നിങ്ങൾ പിടിക്കപ്പെടും, അല്ല നിങ്ങളായിരിക്കും അതിൻ്റെ ഉത്തരവാദി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഇതിനെ കൂട്ടു നിൽക്കരുത്. അതിന് നിങ്ങൾ നേരിട്ട് അപേക്ഷിക്കാം, ധൈര്യമായിട്ട് അപേക്ഷിക്കാം. നിങ്ങൾക്കത് കിട്ടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്. താങ്ക് യു. ഈ ചാനലിലൂടെ ഇങ്ങനെയുള്ള വിവരങ്ങൾ നൽകുന്നതിന് നിങ്ങൾക്കും മറ്റ് ജനങ്ങൾക്കും പ്രയോജനപ്രദമായ വിവരങ്ങളാണ് നൽകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഒരു നല്ല സംരംഭം തുടങ്ങുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സഹായകരമായ അറിവുകൾ നേടുന്നതിനും ഉതകുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.